കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരും, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു തിരക്കേ ഉള്ളൂ, വേറെ തിരക്കുകളൊന്നുമില്ല. സ്കൂളൊക്കെ തുറന്നില്ലേ, വെക്കേഷനൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ ആ തിരക്കുകളൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും ആ ഉദയാസ്തമന പൂജയുടെ സമയം വരുമ്പോൾ അത് തിരക്കുണ്ടാവും. അത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ എന്തായാലും ആ തിരക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് വന്നാൽ മതി കേട്ടോ. വരുന്ന ആളുകളെ ഇവിടെ വന്നാൽ കുറച്ച് നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വന്നാൽ മതി, അല്ലാത്ത സമയങ്ങളിൽ വരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ആ വെങ്കല പ്രതിമയുള്ള, അതായത് ഗരുഡൻ്റെ വെങ്കല പ്രതിമ കാണാം. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ വരുമ്പോൾ ആ തീയരമ്പലം കാണാം. അതങ്ങനെ കഴിഞ്ഞ് പുതിയ ഗോപുരം കാണാം. ഗോപുരത്തിൻ്റെ രണ്ട് സൈഡിലുള്ള ആ ഓരോരോ വിഗ്രഹങ്ങളും കാണാം. അതൊക്കെ ഇങ്ങനെ കണ്ട്, പ്രതിമകളൊക്കെ കണ്ട് നമ്മൾ നേരെ ആ കിഴക്കേ നടയിൽ തന്നെയുള്ള ഗണപതി അമ്പലം, മേൽപ്പത്തൂരിൻ്റെ പുറകു വശത്തുള്ള, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തുള്ള അത്തിമര ഗണപതിയെ ഒന്ന് പോയി കണ്ട് തൊഴുത് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ തന്നെ ആ ലക്ഷ്മി ദേവീനെയൊക്കെ കാണാം. ആ ബലിക്കല്ലിൻ്റെ, വലിയ ബലിക്കല്ലിൻ്റെ അവിടുന്ന് നോക്കിയാൽ ആ കേശവൻ്റെ രണ്ട് കൊമ്പ് കാണാം. അതിൻ്റെ നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെ കാണാം. അങ്ങനെ കണ്ട് നമ്മൾ നേരെ ശ്രീലകത്തേക്ക്, ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ വെളിച്ചം ഇങ്ങനെ കാണാം, പ്രകാശം. നെയ്വിളക്കിൻ്റെ, സ്വർണ്ണ വിളക്കിൽ കത്തിക്കുന്ന നെയ്യൊഴിച്ച് കത്തിക്കുന്ന ആ പ്രകാശം, ഇങ്ങനെ നെയ്ദീപത്തിൻ്റെ പ്രകാശം ആ ഭഗവാന്റെ വിഗ്രഹത്തിൽ തട്ടിയിട്ട് ഇങ്ങനെ നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ഒരു കടാക്ഷം നമ്മളിലേക്ക് എത്തിയെന്നാണ്. അങ്ങനെ ഇടത് വശത്തുള്ള ആദ്യത്തെ ആ പീഠം നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നു ഗ്ലാസും കൂട്ടിൽ. അപ്പോൾ അവിടേക്ക് നോക്കിയിട്ടൊന്ന് സ്മരിക്കുക. ആദ്യത്തെ വലതുവശത്തെ ആദ്യത്തെ ആ തൂണ് നോക്കിയിട്ട് ഒന്ന് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. എന്നിട്ട് അങ്ങനെ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി നടക്കാം. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് കാണുന്നത് കാൽവിളകൾ കാണാനുണ്ട്, ഭഗവാന്റെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാനുണ്ട്. പിന്നെ അങ്ങനെ ആ പട്ട്, ആ വെളുത്ത ഒരു കസവുമുണ്ടാണ്. ഇന്നലെയും കസവുമുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് കസവുമുണ്ടാണ്. കുറച്ച് വലിയ ആളായിട്ട് തന്നെയാണ് ഇന്നത്തെ നിൽപ്പ്. അകരെ അരമണി നോക്കുമ്പോൾ കാര്യമായിട്ട് കാണാനില്ല. അരമണി ഇങ്ങനെ ഉണ്ട്, പക്ഷേ കിങ്ങിണിയൊന്നും അത്രയ്ക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കണില്ല. കാരണം അതിൻ്റെ മേലെ ആ പാവുമുണ്ടിൻ്റെ മുകളിൽ വേറൊരു മുണ്ടും കൂടി ചുറ്റിയിട്ടുണ്ട്. ചുറ്റിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിയാണ് അരയിൽ. ഗോപന്മാരൊക്കെ കെട്ടണ, വസുദേവരൊക്കെ കെട്ടണ, നന്ദഗോപരൊക്കെ കെട്ടണ പോലെ വലിയ ആളായിരുന്നു എന്നുള്ള ആ ഒരു കാഴ്ചയൊക്കെയാണ്. ആളും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, എന്നാലും മുഖത്ത് ഗൗരവഭാവമൊന്നും ഇല്ല കേട്ടോ. അത്ര വലിപ്പമുണ്ടെങ്കിലും അത്രയ്ക്ക് മാത്രം ആ ഗൗരവമൊന്നുമില്ല. പക്ഷേ ഉദ്ദേശം താൻ വലിയ ആളായണോന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആ ഒരു കാഴ്ച. അങ്ങനെ ആ അരയിലെ മുണ്ടൊക്കെ ഇങ്ങനെ കെട്ടി ഗോപന്മാരെടുക്കണ മാതിരി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മുല്ലമൊട്ട് മാല ഉണ്ട് കഴുത്തിൽ, അതേപോലെ ഒരു വളയം പോലത്തെ മാല ഉണ്ട്. പിന്നെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തിരുമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാലകൾ 2 ഉണ്ട്. വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതാണ് 2. അതേപോലെ ഉണ്ടമാല, വലിയ ഉണ്ടമാല ഉണ്ട്, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. അതുപോലെ കയ്യിൽ 2 കൈയിലും കൈവളകൾ കാണാണ്ട്, തോൾവളകളുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ ഇങ്ങനെ കാണാണ്ട്. കയ്യിൽ ഒരു കൈ, വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ മുണ്ടിങ്ങനെ ചുറ്റിയൻ്റെ അവിടെ ഇങ്ങനെ കൈ, അതായത് ഒക്കത്ത് വെച്ചിക്കുക. ഒക്കത്ത് ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ കുത്തി നിൽക്കുകയാണ്. ഞാൻ വലിയ ആളായിരുന്നു കേട്ടോ, എന്നോട് എന്താ വെച്ചാൽ പറഞ്ഞോളൂ, ഒക്കെ ഞാൻ ശരിയാക്കി തരാം. എനിക്ക് നിങ്ങളെ പോലെ തന്നെ, ഞാൻ ഇന്നലെ ഏട്ടൻ്റെ മാതിരിയായിരുന്നു, ഇന്നിപ്പോൾ ഞാൻ തന്നെ വലിയ ആളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വേണ്ടത്, നമുക്കും പോയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറയാമെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ആ ഒരു കാഴ്ചയാണേ. ആ കാഴ്ച കണ്ട് ഭഗവാനോട് നമ്മളെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവിടെ അങ്ങോട്ട് ആ സോപാനപ്പടിയിൽ അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ എല്ലാറ്റിനും ഒരു പ്രതിവിധിയായിട്ട് ഭഗവാന്റെ ആ പുഞ്ചിരി കിട്ടിയാൽ പോരെ, അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആ പുഞ്ചിരിക്കുന്ന മുഖത്തുനിന്ന് ആ പുഞ്ചിരി ഇങ്ങനെ നമ്മളിലേക്ക് എത്തുകയാണ്, ഇങ്ങനെ ഒഴുകി വരികയാണ് നമ്മളിലേക്ക്.
അത് എന്താ പറയുക, പാലാണോ തേനാണോ എങ്ങനെയാണ്, അതിലും വലുത് എന്താണ്, അതൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഭഗവാൻ നമ്മളെ ഇങ്ങനെ നോക്കുന്നതായിട്ട് ഇങ്ങനെ നോക്കിയാലേ അതൊരു വലിയ ആ പാലരുവി ഒഴുകി വരുന്ന പോലെ നമ്മളുടെ മനസ്സിലേക്ക് നമ്മളെ എല്ലാ ദുഃഖങ്ങളും ആ ഭഗവാന്റെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ നിന്നാൽ എല്ലാം തീരുകയാണ്. അവിടെ അങ്ങോട്ട് തീരുക. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി പിന്നെ പുറത്ത് പോയിട്ടൊക്കെ പിന്നെയും വരുമായിരിക്കുക. പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ ചെന്നാൽ നമുക്ക് പിന്നെ വേറെ ഒരു ദുഃഖമില്ല. എല്ലാം അവിടെ തീർന്നു. അദ്ദേഹത്തെയാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ദുഃഖമില്ല. ഒന്നും പറയും വേണ്ട, എല്ലാം അവിടത്തേക്ക് അറിയാലോന്നാ ബാക്കി കാര്യങ്ങളെ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ആദ്യത്തെ ആ ബലിക്കല്ല് നോക്കിയിട്ട് അഗ്നികോണിലേക്ക് നോക്കിയിട്ട് ഒന്ന് തൊഴുതു. അതേപോലെ ആ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. പിന്നീട് ഒന്നും കൂടി തിരിഞ്ഞു നിന്ന ആലിലക്കണ്ണനെ കാണാം, ചുവരിൻ്റെ മുകളിലുള്ള ചിത്രം. അത് കഴിഞ്ഞ് സപ്തമാതാക്കളെ കണ്ട് തൊഴുത് അങ്ങനെ ആ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് നിന്നും കളഭം കൊണ്ടൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. കുറച്ച് ചുവന്ന മിക്സായിട്ടുള്ള കളഭമൊക്കെ ആയിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ്. ആ ചുവന്ന നല്ല ഒരു കാഴ്ചയാണത് കാണാൻ. പിന്നെ വലിയ സ്വർണത്തിൻ്റെ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭഗവാനെ കണ്ട് തൊഴുതോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് പോവുക. സരസ്വതി ദേവിയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ കഴുങ്ങിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കിയ പോലത്തെ മാലയാണ് ചാർത്തിയിട്ടുള്ളത്, കഴുങ്ങിൻ്റെ പൂവിൻ്റെ. നല്ല രസമായിട്ട് അങ്ങനെ നല്ല വീതിയിലുണ്ട്. അപ്പോൾ സരസ്വതി ദേവീനെയും കണ്ട് പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പോരുമ്പോൾ ആ കോർണറിലുള്ള ഗണപതിനെ ഒന്ന് കണ്ട് തൊഴാം. ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ അവിടുന്ന് ഇങ്ങനെ കണ്ടുവരാം. മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അങ്ങനെ വന്ന് ബാക്കിയുള്ള വാമന രൂപം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ ഇങ്ങനെ കാണാം. ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ അവിടെ ഇന്ന് ആരോ ഒരു മാല ചാർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വരുമ്പോൾ അനന്ത പത്മനാഭസ്വാമിയെ കണ്ട് തൊഴാം. അവിടെ നിന്ന് ധാരാളം മാലകളാണ്, ഒരുപാട് മാലകളുണ്ട്. പിന്നെ നെയ്വിളക്കിലിങ്ങനെ കത്തുന്നു, ലക്ഷ്മി വിളക്കിൽ നെയ്ത്തിരി കെട്ടിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അപ്പോൾ നമ്മുടെ വ്യതകളൊക്കെ അവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുക, പറയാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. പിന്നെ കണ്ണനെ കണ്ട് അതേപോലെ മുരുകനെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ നിറയെ മാലകളുണ്ടെന്ന്. എന്താ പറയുക, കൂവളല്ല, വെറ്റിലമാല ഉണ്ട്, പിന്നെ തുളസിമാല ഉണ്ട്, അതേപോലെ മഞ്ഞ റോസും കൂടിയുള്ള അങ്ങനത്തെ ഒരു മാലയുണ്ട്. നല്ല ധാരാളം മാലകളുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമീനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുതു. രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയിട്ട് ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്ന മണിക്കിണർ നോക്കി തൊഴാം. ആ നൃത്തറ കാണാം. നൃത്തറയിൽ കിടാവിളക്ക് കത്തി നിൽക്കണു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് തൊഴാം. പിന്നീട് വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയൊക്കെ കണ്ട് അനന്തൻ കുട പിടിച്ചിങ്ങനെ വരുന്ന ആ കാഴ്ചയൊക്കെ കണ്ട് നേരെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. പിന്നെ നമ്മുടെ അടുത്തേക്ക് ഭഗവതിയുടെ അടുത്തേക്ക് പോവാം. ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോകുമ്പോൾ അവിടെയൊക്കെ തിരക്കുണ്ട്, കുറേശ്ശെ തിരക്കുണ്ട്. അത് കൂടെ ഇങ്ങനെ ചെന്നുമ്പോൾ നല്ല മുഖത്തൊക്കെ നിറയെ ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ ഇത് എഴുതിയിട്ടുണ്ട്. അതേപോലെ കണ്ണെഴുതി പൊട്ട് തൊട്ട് നല്ല സുന്ദരിയായിട്ടാണ് അമ്മ നമ്മളെയൊക്കെ കാത്തിരിക്കുന്നത്.
എന്നും സുന്ദരിയായിട്ട് തന്നെയാണ്. എന്നാലും ചില ദിവസം കുറച്ചും കൂടി കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ആ പട്ടൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതിയിട്ട് നന്നായിട്ട് നമ്മളെ നോക്കുന്ന പോലെയാണ്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നമ്മൾ അമ്മ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കണ പോലെ, എന്താ മോനെ വിശേഷം അല്ലെങ്കിൽ എന്താ മോളെ വിശേഷം എന്ന് ചോദിക്കണ മാതിരിയൊക്കെയാണ് നമുക്ക് തോന്നുക. അങ്ങനെയാണ് അനുഭവം തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മോട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മോട് നമ്മൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക, നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് മമ്മിയൂരപ്പനെ സ്മരിക്കുക. അപ്പം മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ പ്രതീതിയാവും. അത് കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരിക. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഇന്നലെ ചോദിച്ചു എന്താ നെയ്വിളക്ക് അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ മറുപടി കൊടുത്തിരുന്നു. നെയ്വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. നമ്മൾ വിളക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ട് നെയ്യും വാങ്ങിയിട്ട് നമ്മൾ അവിടെ കത്തിക്കാൻ, നമുക്ക് ഉള്ളിൽ മണ്ഡപത്തിൽ വെച്ച് കത്തിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് പുറത്തൊരു സൗകര്യം ഒരുക്കിയാണ്. അതാണ് അവിടെ കത്തിക്കാൻ പറ്റുന്നത്. അവിടെ നെയ്യ് നമ്മൾ കൊണ്ടുപോയിട്ട് കത്തിക്കാം. വിളക്ക് മാത്രമേ വാങ്ങിയുള്ളൂ വെച്ചാൽ തിരിയൊക്കെ അവിടെ ഉണ്ടാവും, അതൊന്ന് എടുത്ത് കത്തിക്കാം. നെയ്യും ധാരാളം ഉണ്ടാവും. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് എടുക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും എന്നർത്ഥം. അങ്ങനെ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒരിക്കൽ കൂടി നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണനെ, ആ വലിയ കുട്ടീനെ ഒന്നുകൂടി കാണാം. വലിയതാണെന്ന് വെച്ചാലും കുട്ടിയാണ് മുഖേ, അതാ രസേ. അപ്പോൾ ആ വലിയ കുട്ടിയെ ഒന്നുകൂടി കണ്ട് തൊഴാം. നമ്മുടെ ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കൂത്തമ്പലത്തിൽ വന്ന് അവിടെ ആ കിടാവിളക്ക് കാണാം. അങ്ങനെ കത്തി നിൽക്കുകയാണ്. അവിടെ പ്രാർത്ഥിച്ച് അയ്യപ്പൻ്റെ അവിടെ വരിക. അയ്യപ്പൻ്റെ അവിടെ വരുമ്പോൾ ഒരു നീല മുണ്ട് പിന്നെ പാവുകൊണ്ടാണ് ചുറ്റിയുണ്ട്. അതേപോലെ പൊട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. കളഭം കൊണ്ട് ഇങ്ങനെ അലങ്കാരമായിട്ടുണ്ട്, ചന്ദനം കൊണ്ട്. അപ്പോൾ അയ്യപ്പ സ്വാമീനെയും കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ പടിഞ്ഞാറ നടയിലുള്ള ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അകത്തും വേണുഗോപാലനാണ്. അപ്പോൾ അതേമാതിരി തൊഴാം. നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണു ഊതണില്ല എന്ന് മാത്രം. വേണു കൈ പിടിച്ചിട്ടേ ഉള്ളൂ. മുരളീധരനാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കിയാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കാണാം. അങ്ങനെ നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് നേരെ ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നാരായണീയ ഹാളിലെ ഒന്ന് ചെല്ലാം. നാരായണം പൂന്താനത്തിൻ്റെ പൂജിച്ചിരുന്ന ആ വിഗ്രഹം നോക്കി തൊഴാം. അവിടെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് വേണമെങ്കിൽ അവിടെ നിൽക്കാം കുറച്ച് നേരം. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു നേരെ ഭഗവതിയുടെ നടയിൽ വന്ന് തൊഴാം. പിന്നെ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ശ്രീലകത്തേക്ക് നോക്കാം. അപ്പോൾ അവിടുന്ന് ഒന്നുകൂടി ഭഗവാനെ കാണാം, ആ പൊന്നുണ്ണിക്കണ്ണനെ. അങ്ങനെ അവിടുന്നേ നമുക്ക് തെക്കേ നടയിലുള്ള കൂവളത്തെ കാണാം. അപ്പോൾ ആ കൂവളത്തിൻ്റെ അടുത്തേക്ക് പോവാം. കൂവളത്തിൻ്റെ അവിടെ ചെന്നിട്ട് ആ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സുകൊണ്ട് സ്മരിച്ച് നമശിവായ 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 എന്നൊക്കെ ചൊല്ലി ഒന്ന് പ്രദക്ഷിണമായിട്ട് ചെല്ലുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.